ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചക്ക കൊണ്ട് തെരളി ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഈ ചക്ക തന്നത് ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു വെറ്റില കൃഷിയുടെ. അപ്പോൾ ആ വെറ്റില കൃഷി എൻ്റെ ഒരു ബന്ധുവാണ്, ചേച്ചിയുടെ വീട്ടിൽ പോയാണ് ആ വീഡിയോ എടുത്തത്. അപ്പോൾ അവിടുന്ന് എനിക്ക് ഒരുപാട് സാധനങ്ങൾ അവിടുന്ന് തന്നു. മാങ്ങയും ചക്കയും പടവലവും വാഴക്കൂമ്പും എല്ലാം തന്നു. എനിക്കിവിടെ ഉണ്ട് വാഴക്കൂമ്പ് എല്ലാം, എങ്കിലും ആ ചേച്ചിയുടെ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് തന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ കൊണ്ടുവന്ന് നാടൻ മാങ്ങ എനിക്ക് നാട്ടുമാങ്ങ ഒരു 2-3 കിലോ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പഴുത്ത ചക്ക, വരിക്കച്ചക്ക കുറേ ഉണ്ടായിരുന്നു, അതും തന്നു. അതൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അതെല്ലാം തീർത്ത് വന്നപ്പോഴത്തേക്ക് ഈ ചക്ക ലാസ്റ്റായിപ്പോയി. അങ്ങനെ ഇതെനിക്ക് പച്ചയ്ക്ക് വേവിക്കാൻ തന്നതാണ്. ഞാൻ വിചാരിച്ചു അതവിടെ ഇരിക്കും, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വെച്ചിരുന്നു. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചക്ക എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് പഴുത്തിരിക്കുന്നു. മുറിച്ച് നോക്കിയപ്പോൾ ഞെക്കി നോക്കിയപ്പോഴേ മനസ്സിലായി ചക്ക പഴുത്ത് പോയി എന്ന്. പക്ഷെ അന്നേരമാണ് അറിയുന്നത് ഇത് കൂഴച്ചക്കയാണെന്ന്. അങ്ങനെ പിന്നെ ഇനി എന്ത് ചെയ്യാനാ. അപ്പോൾ പിന്നെ ഞാനത് തിരളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെടുത്ത് അത് ഇളകി നല്ലപോലെ വരുന്നില്ല, അങ്ങ് വലിയുന്ന രീതിയായിപ്പോയി, ഒരുപാടങ്ങ് പഴുത്തു പോയി. അപ്പോൾ അത് പിന്നെ കുറച്ച് കുരുവൊക്കെ ഞെക്കി കുറച്ചൊക്കെ എടുത്തിട്ട് ഇത്തിരി തിരളി ഉണ്ടാക്കാം, ഒരു കൊതിക്ക് വേണ്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാവെല്ലാം കൂടെ എടുത്ത് കുഴച്ച് വെച്ചു. അപ്പോൾ ഇതിലെ മാവിന് എടുത്തിരിക്കുന്നത് കുറച്ച് ചക്കച്ചുളയും പിന്നെ കുറച്ച് തേങ്ങ, ജീരകം, പിന്നെ ഗോതമ്പ് പൊടി, അത്രയേ ഉള്ളൂ. പിന്നെ അതെടുത്ത് വെച്ചിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചു, അടച്ച് വെച്ചിട്ട് ഞാൻ പോയി വയണയില എടുത്തുകൊണ്ട് വന്നു. അത് വൃത്തിയായി കഴുകി എടുത്തു. എന്നിട്ട് ദേ ഇപ്പോൾ തിരളി പിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ തിരളിയുടെ ഇത് കാണുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ കുടുംബക്ഷേത്രമുണ്ട്, കുരിയാല ഉണ്ട്. അപ്പോൾ അവിടെ അന്നദാന പൂജ എന്ന് പറയും. അത് ഉച്ചാരത്തിൻ്റെ തലേദിവസമാണ് അന്നദാന പൂജ ഉള്ളത്. അവിടെ ഇതേപോലെ തിരളി ഉണ്ടാക്കും. അത് ഇത്തിരിയൊന്നുമല്ല, അതൊരു 10-12 കിലോ അരിക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാ കുടുംബക്കാരും കുടുംബ വീട്ടിൽ ഒത്തുകൂടും. രാവിലെ മുതൽ രാത്രി വരെയുള്ള ആ വീട്ടിൽ എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങൾ, ഫുഡെല്ലാം കുടുംബ വീട്ടിലുള്ളവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുരുവാലയിൽ നമ്മൾ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സംഭാവനകളൊക്കെ കൊടുക്കും. അപ്പോൾ അവരെല്ലാം രാവിലെ ആയിട്ട് അതൊരു നല്ലൊരു റീയൂണിയനാണ്. എല്ലാവരും ദൂരെയൊക്കെ ഉള്ളവരുണ്ട്, അന്ന് വരും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്കൊരു ചെറിയ ഉത്സവം പോലെയാണ് കുടുംബ വീട്ടിൽ അതിന് ഒത്തുകൂടുന്നത്. അപ്പോൾ അവിടെ തിരളി പിടിക്കാൻ അന്നത്തെ കാലത്ത് ഞങ്ങൾ കൊച്ചുങ്ങളായിരുന്ന സമയത്ത് ഞങ്ങളാണ് തിരളി പിടുത്തമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഓർമ്മയാണ് ഈ തിരളി ഉണ്ടാക്കുമ്പോഴെല്ലാം എപ്പോഴും മനസ്സിൽ വരുന്നത്. ഇപ്പം അങ്ങനത്തെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഈ കുരിയാല പൂജയും എല്ലാം ഉണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്, ഇങ്ങനെ തിരളി വെക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോഴും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി മനോഹരമായ ഒരു ഓർമ്മയും കൊണ്ട് തന്നു. ഞാൻ ചക്ക തിരളി അടുപ്പിൽ വെച്ചു. ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമാണല്ലോ. അപ്പോൾ അങ്ങനെ വിറകടുപ്പിലാണ് വെച്ചത്. ഞാനിപ്പം കുറേ പാചകമൊക്കെ ചെയ്യുന്നതും വിറകടുപ്പിലാണ്. അത്യാവശ്യം മാത്രമേ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ തിരളി എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ഇട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ആണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, കമൻറ്റുകൾ ഇടാം കേട്ടോ. എനിക്കിഷ്ടമാണ് കമൻറ്റുകൾ വായിക്കാൻ. അപ്പോൾ അങ്ങനെ ചക്ക തിരളി വെന്തു, ഞാനെല്ലാം മാറ്റി വെച്ചു, പ്ലേറ്റിലാക്കി. ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കുറേ കൂടെ തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തന്നാൽ എനിക്ക് ദേഷ്യമൊന്നും വരില്ല ആരോടും. എല്ലാവരോടും എനിക്ക് സ്നേഹം തന്നെയുള്ളൂ. തിരളിയെല്ലാം റെഡിയായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു 10 തിരളിക്കകത്തേ ഉണ്ടാക്കിയിട്ടുള്ളൂ. തിരളി ഇവിടെ റെഡി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.